കൊടുക്കുന്നവരെ കയ്യാമ വയ്ക്കാൻ ഇതാ ഒടുവിൽ നമ്മുടെ രാജ്യം തയ്യാറെടുക്കുകയാണ്. ആത്മഹത്യ ചെയ്താലും വായ്പ വാങ്ങിയ ഗതികെട്ടവനെ കുറ്റപ്പെടുത്തുന്നവരുടെ നാടായിരുന്നു ഇതുവരെ ഇന്ത്യ. വാങ്ങിച്ചിട്ടല്ലേ അനുഭവിക്കട്ടെ, ഇങ്ങനെ പൊതുജനങ്ങൾ മാത്രമല്ല നിയമ സംവിധാനങ്ങൾ പോലും പറഞ്ഞുകൊണ്ടിരുന്ന നാട്. ഈടായി കയ്യിൽ വാങ്ങി വച്ചിരിക്കുന്ന ചെക്ക് ഹാജരാക്കി 10,000-ങ്ങളെ ജയിലിൽ അടച്ചുകൊണ്ടിരിക്കുകയായിരുന്നു ഈ രാജ്യത്ത്. ആ കേസുകൾക്ക് ഒത്താശ ചെയ്യുകയായിരുന്നു നമ്മുടെ നീതി നിയമ സംവിധാനങ്ങൾ. ഇതുവരെ വായ്പ കൊടുത്തത് കുറ്റമായി ആരും കാണാറില്ല. ചെക്ക് മടങ്ങുന്നതായിരുന്നു ഈ രാജ്യത്തെ വലിയ കുറ്റം. ചെക്ക് മടങ്ങിയാൽ അകത്ത് കിടക്കണം എന്ന് പ്രഖ്യാപിക്കുന്ന നിയമങ്ങളാണ് ഇതുവരെ ഉണ്ടായിരുന്നത്. ആ അപമാന ഭാരത്താലാണ് 10,000-ങ്ങൾ ഓരോ വർഷവും ജീവനൊടുക്കുന്നത്. ഇനി ഇന്ത്യ പുതിയ നിയമം നിർമ്മിക്കുകയാണ്. നിയമപരമല്ലാതെ വായ്പ കൊടുക്കുന്നവർക്ക് 10 വർഷം വരെ തടവും 50 കോടി രൂപ വരെ പിഴയും കിട്ടാവുന്ന നിയമം. അതുമാത്രമല്ല, അനുവാദമില്ലാത്ത വായ്പ ഒരു സഹകരണ സംഘം കൊടുത്താൽ പോലും ഭരണസമിതിയിലെ മുഴുവൻ അംഗങ്ങളും അഴിയെണ്ണുകയും പിഴയൊടുക്കുകയും വേണം. സ്പോട്ട്ലൈറ്റ്സ് വിശദീകരിക്കുന്നു. കൈവായ്പ കൊടുത്താൽ ഇനി കൈവിലങ്ങ്. ഷൈലോക്ക് എന്ന പലിശക്കാരൻ അന്റോണിയോ എന്ന കച്ചവടക്കാരന്റെ 1 പൗണ്ട് മാംസം ചോദിക്കുന്ന നാടക സന്ദർഭമുണ്ട്. വില്യം ഷേക്സ്പിയർ അത് എഴുതിയത് 1596-ലാണ്. 425 വർഷം മുൻപെഴുതിയ ആ നാടകത്തിൽ ബസാനിയോയ്ക്ക് വേണ്ടി വായ്പ വാങ്ങുന്ന അന്റോണിയോ സ്വന്തം മാംസം മുറിച്ചു നൽകേണ്ടി വരുമെന്ന് സ്വപ്നത്തിൽ പോലും കരുതുന്നില്ല. അന്ന് പക്ഷേ ഷേക്സ്പിയറുടെ ആ നാടകം ലോകം മുഴുവൻ കടം കൊടുത്ത ഷൈലോക്കിനെതിരായിരുന്നു. അപ്പോൾ ഷൈലോക്ക് നടത്തുന്ന ഒരു ദീർഘ പ്രസംഗമുണ്ട്. മറ്റൊന്നും നടന്നില്ലെങ്കിലും അവന്റെ 1 പൗണ്ട് മാംസം എന്റെ പ്രതികാരത്തിനുള്ള ഭക്ഷണമാകുമെന്നായിരുന്നു അതിൽ പറഞ്ഞത്. പണം വാങ്ങിയവനെ പിടിച്ച് ജയിലിലിടുകയും ആജീവനാന്തം അശാന്തി നൽകുകയും അല്ലാതെ അനധികൃത വായ്പ കൊണ്ട് ഒന്നും സംഭവിക്കുന്നില്ല. ജയിലിലടയ്ക്കുന്ന ആ സന്തോഷത്തിന് കൂട്ടുനിൽക്കുന്നതായിരുന്നു ഇതുവരെയുള്ള മുഴുവൻ നിയമങ്ങളും. ഒരു ചെക്ക് മടങ്ങിയാൽ പണം തിരിച്ചടയ്ക്കാൻ കെൽപ്പുണ്ടോ എന്ന് ഒരു കോടതിയും നോക്കാറില്ല. പണം കിട്ടുന്നത് വരെ റിമാൻഡ് ചെയ്യുകയാണ് പതിവ്. അതാണ് ഇവിടുത്തെ നിയമം പറയുന്നത്. ഇനി ജാമ്യം കിട്ടണമെങ്കിൽ തന്നെ 1/3 തുക കെട്ടിവെക്കണം. അതിനുള്ള ശേഷിയുള്ളവർ ഇങ്ങനെ നരകിക്കുമോ എന്ന ചിന്ത ഒരു നിയമ സംവിധാനം പോലും നടത്താറില്ല, അവിടെയൊന്നും ഉയരാറുമില്ല. ബാങ്കുകളിൽ നിന്നും വായ്പ എടുത്ത് പണം നൽകുന്നത് മുടങ്ങിയാൽ ഉള്ളതുപോലെ തന്നെ കഠിനമായ ശിക്ഷയാണ് ചെക്കു കേസുകളിലും നൽകി വരുന്നത്. ഈ ചെക്കുകളെല്ലാം അനധികൃത വായ്പയാണെന്ന് പരിഗണിക്കാൻ ഒരു നിയമം ഇന്ത്യയിൽ ഉണ്ടായിരുന്നില്ല. ആ ഒരു മാറ്റമാണ് ഇപ്പോൾ സംഭവിക്കുന്നത്. പുതിയ നിയമം എല്ലാ ഓൺലൈൻ ആപ്പുകളെയും എല്ലാ വായ്പാ സ്ഥാപനങ്ങളെയും വിലക്കുന്നില്ല. റിസർവ് ബാങ്കിന്റെ അനുമതിയുള്ള സ്ഥാപനങ്ങൾക്കും ആപ്പുകൾക്കും വായ്പ നൽകാം. എന്നാൽ അനുമതിയില്ലാത്ത ആപ്പുകൾക്ക് മാത്രമല്ല, സഹകരണ സംഘങ്ങൾക്ക് പോലും പരിധിയിൽ കവിഞ്ഞ വായ്പ നൽകാൻ പുതിയ നിയമം വന്നാൽ സാധിക്കില്ല. വായ്പ നൽകാൻ അനുവാദമില്ലാത്ത വ്യക്തി എന്ന നിർവചനത്തിൽ ആരൊക്കെ വരുന്നു എന്ന കാര്യം ആദ്യം നോക്കാം. കരട് ബില്ലിൽ അത് വളരെ വ്യക്തമായി പറഞ്ഞിട്ടുണ്ട്. ഏത് വ്യക്തിയും അവിഭക്ത ഹിന്ദു കുടുംബം, കമ്പനി, ട്രസ്റ്റ്, പങ്കാളിത്ത സ്ഥാപനം, ലിമിറ്റഡ് ലയബിലിറ്റി പങ്കാളിത്ത സ്ഥാപനം, വ്യക്തികൾ ചേർന്നുണ്ടാക്കുന്ന സംഘടന, സഹകരണ സൊസൈറ്റി, മറ്റ് നിയമങ്ങൾ അനുമതി നൽകാത്ത മുഴുവൻ വ്യക്തികളും സ്ഥാപനങ്ങളും, ഇത്രയും ആളുകൾക്ക് വായ്പ കൊടുക്കാൻ അനുവാദമില്ല എന്നാണ് കരട് ബില്ല് പറയുന്നത്. സഹകരണ സൊസൈറ്റികൾക്ക് ക്രെഡിറ്റ് ലൈസൻസ് ഇല്ലെങ്കിൽ വായ്പ നൽകാനാവില്ല. ക്രെഡിറ്റ് ലൈസൻസ് ഉള്ളവ നിശ്ചിത പരിധിയിൽ കൂടുതൽ തുക വായ്പയായി നൽകിയാലും അനധികൃത വായ്പയായി കണക്കാക്കും. അടുത്ത ബന്ധുക്കൾക്കൊഴികെ മറ്റാർക്കും പണം നൽകിയാലും വിചാരണ ചെയ്യപ്പെടുകയും ശിക്ഷിക്കപ്പെടുകയും ചെയ്യും. അപ്പോ വായ്പ നൽകിയോ എന്ന് എങ്ങനെ അറിയും? ഒരു അക്കൗണ്ട് വഴി ബന്ധുക്കൾക്കോ വ്യാപാരത്തിനോ അല്ലാതെ പണം നൽകുന്നത് ശ്രദ്ധയിൽപ്പെട്ടാൽ ബാങ്കുകൾ പോലീസിനെ അറിയിക്കണം. തോന്നിയ പോലെയുള്ള ഗൂഗിൾ പേ പോലും കുടുക്കും എന്നർത്ഥം. അനധികൃതമായി വായ്പ നൽകി എന്നു തെളിഞ്ഞാൽ കുറഞ്ഞത് 2 വർഷം തടവ് കിട്ടും. അത് 7 വർഷം വരെ ആവുകയും ചെയ്യാം. 2 ലക്ഷം മുതൽ 1 കോടി രൂപ വരെ പിഴയും ഒപ്പമുണ്ടാകും. പണം കൊടുത്തതിനുള്ള ശിക്ഷയ്ക്ക് പുറമെ അത് ഈടാക്കാൻ നടത്തുന്ന മാർഗങ്ങൾക്ക് വേറെയും ഉണ്ട് ശിക്ഷ. ജനമധ്യത്തിലോ സാമൂഹിക മാധ്യമങ്ങൾ വഴിയോ അപമാനിച്ചാൽ 3 വർഷം മുതൽ 10 വർഷം വരെ തടവ് കിട്ടും. 5 ലക്ഷം മുതൽ വായ്പാ തുകയുടെ ഇരട്ടി വരെ പിഴയും ഒടുക്കേണ്ടി വരും. ഈ ഓൺലൈൻ ആപ്പുകൾ മാത്രമല്ല, വട്ടിപ്പലിശക്കാരും ഇപ്പോൾ ചെയ്യുന്ന മാർഗം മോർഫ് ചെയ്ത ചിത്രങ്ങൾ ബന്ധുക്കളുടെ ഫോണിലേക്ക് അയക്കുന്നത് പോലുള്ള ക്രിമിനൽ കുറ്റങ്ങളാണ്.
അങ്ങനെ ചെയ്യുന്നവർക്കാണ് വായ്പ നൽകിയതിനുള്ള ശിക്ഷയ്ക്ക് പുറമെ അപമാനിച്ചതിന് വേറെയും ശിക്ഷ കിട്ടുക. രാജ്യത്ത് ഇതുവരെ വായ്പ വാങ്ങുന്നവർക്ക് മാത്രമായിരുന്നു കുറ്റക്കാർ. നൽകുന്നവരെ ശിക്ഷിക്കാൻ കർശന നിയമങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. ഇനി വ്യക്തികളോ ആപ്പുകളോ അല്ലാതെ സംഘടനയോ സൊസൈറ്റിയോ വായ്പ നൽകിയാൽ എന്തു സംഭവിക്കും എന്നുകൂടി നോക്കാം. സംസ്ഥാനത്ത് അന്വേഷണം നേരിടുന്ന എല്ലാ സഹകരണ സംഘങ്ങളും പരിധിയിൽ കൂടുതൽ വായ്പ കൊടുത്തവയാണ്. കരുവന്നൂർ ബാങ്ക് ഉൾപ്പെടെ നിയമം പാലിക്കാതെ വായ്പ നൽകുകയും അനുവദനീയമായ പരിധി ലംഘിക്കുകയും ചെയ്തു. സഹകരണ സംഘങ്ങളിൽ ഇങ്ങനെ തെറ്റു സംഭവിച്ചാൽ ഓരോരുത്തരെയും ശിക്ഷിക്കും. സഹകരണ സൊസൈറ്റിയുടെ ഭരണസമിതിയിൽ 7, 9, 11 എന്നിങ്ങനെയാണ് അംഗങ്ങൾ ഉണ്ടാവുക. പരിധി ലംഘിച്ച് വായ്പ നൽകിയാൽ ഈ ഭരണസമിതിയിലെ ഓരോ അംഗങ്ങളും ശിക്ഷ ഏറ്റുവാങ്ങേണ്ടി വരും. ഭരണസമിതിയിൽ അംഗമായിരിക്കുന്നയാൾ വായ്പ കൊടുത്തത് അറിഞ്ഞില്ല എന്ന് പറഞ്ഞിട്ട് ഒരു കാര്യവും ഉണ്ടാകില്ല. കുറ്റവാളികൾക്കുള്ള അതേ ശിക്ഷ തന്നെ അനുഭവിക്കണം. വായ്പ അനുവദിച്ച ദിവസം സിറ്റിംഗ് ഫീസ് വാങ്ങാതിരിക്കുന്നത് കൊണ്ട് കാര്യമില്ല എന്നർത്ഥം. ഒരു തവണ ശിക്ഷിക്കപ്പെട്ടയാൾ രണ്ടാമതും പിടിയിലായാൽ അതികഠിനമാണ് കാര്യങ്ങൾ. രണ്ടാം തവണ പിടിക്കപ്പെട്ടാൽ തടവ് 5 മുതൽ 10 വർഷം വരെയാകും. മാത്രവുമല്ല 10 ലക്ഷം രൂപ മുതൽ 50 കോടി രൂപ വരെ പിഴയും ശിക്ഷയായുണ്ട്. അനധികൃതമായ ഇത്തരം വായ്പകൾ പ്രോത്സാഹിപ്പിച്ചാൽ കുറഞ്ഞത് 1 വർഷവും കൂടിയത് 5 വർഷവുമാണ് ശിക്ഷ. 10 ലക്ഷം രൂപ വരെ പിഴയും അടയ്ക്കേണ്ടി വരും. ലോൺ ആപ്പുകളുടെ പരസ്യങ്ങളിൽ പ്രത്യക്ഷപ്പെടുന്ന താരങ്ങൾ ഇനി ജാഗ്രത പാലിച്ചാൽ അവർക്ക് കൊള്ളാം. അക്കൗണ്ട് വഴി പണം കൈമാറുന്നത് ശ്രദ്ധയിൽപ്പെടുന്ന ബാങ്കുകാർ വിവരം പോലീസിനെ അറിയിച്ചില്ലെങ്കിൽ 5 ലക്ഷം വരെ പിഴയിടാം. ബന്ധുക്കൾക്കല്ലാതെ പണം കൈമാറിയാൽ ആ വിവരം റിസർവ് ബാങ്കിനെ അറിയിക്കണമെന്നാണ് ചട്ടം. ഒരു അക്കൗണ്ടിൽ നിന്ന് മറ്റൊരു അക്കൗണ്ടിലേക്ക് പണം കൈമാറിയാൽ അതിനൊരു കാരണം ഉണ്ടാകണം. സ്ഥലമോ വാഹനമോ ഒക്കെ വാങ്ങാനാകാം, അതല്ലെങ്കിൽ വ്യാപാര സ്ഥാപനങ്ങളിൽ ബില്ലടയ്ക്കാനാകാം, അല്ലെങ്കിൽ ഏതെങ്കിലും സേവനങ്ങൾക്കുമാകാം. പക്ഷെ ഇതൊന്നുമല്ലാതെ കാശ് കൊടുത്താൽ ഇനി പിടിക്കപ്പെടും. കൈവായ്പ കിട്ടാൻ ഇനി ജനം എന്തു ചെയ്യും എന്നൊരു ചോദ്യമാണിപ്പോ ഉയരാനിടയുള്ളതും. പൊതുമേഖല ഷെഡ്യൂൾഡ് ബാങ്കുകളൊക്കെ പാവപ്പെട്ടവന് വായ്പ കൊടുക്കുമോ എന്നൊരു ചോദ്യവും ഉയരും. വായ്പ എന്നാൽ അത് ഗ്രാന്റ് അല്ല, അത് തിരിച്ചു കൊടുക്കാനുള്ളതാണ്. അത് തിരിച്ചടയ്ക്കാനുള്ള കെൽപ്പ് അനുസരിച്ചാണ് നൽകേണ്ടതും. അനധികൃത വായ്പ നൽകുന്നവരുടെ ലക്ഷ്യം നിങ്ങളുടെ മുഴുവൻ അധ്വാനവും സ്വത്തും ചോർത്തുക എന്നുള്ളതാണ്. അങ്ങനെയുള്ളവരെ കയ്യാമം വയ്ക്കുക തന്നെ വേണം. വായ്പ വാങ്ങിയാൽ തിരിച്ചടയ്ക്കാൻ വഴിയില്ലാത്തവരെ സഹായിക്കേണ്ടത് സർക്കാരുകളുടെ ഉത്തരവാദിത്തമാണ്. അവരെ ലോൺ ആപ്പുകാരും ബ്ലേഡുകാരും സംരക്ഷിക്കും എന്ന് കരുതുന്നതിലും വലിയൊരു മണ്ടത്തരമില്ല. ലോൺ ആപ്പുകൾ മാത്രമല്ല, നാട്ടിൻ പുറത്തെ ഷൈലോക്കുമാരും ജയിലിൽ പോകേണ്ടവർ തന്നെയാണ് എന്ന് മാത്രം ഓർമ്മിപ്പിച്ചുകൊണ്ട് ഇന്നത്തെ സ്പോട്ട്ലൈറ്റ് പൂർണ്ണമാകുന്നു. നാളെ മറ്റൊരു വിഷയമായി വീണ്ടും.